എന്നാ ഇവൻ്റെ പേരെന്നാ? ഏ സുരേഷ്. ആ നിനക്ക് പനി പിടിച്ചാ? അതല്ലേ സുജേഷ്. ആ ആ സുജേഷ്. ഇത് ജന്മനാലുള്ളതാണോ? ആ 6 വയസ്സ് വരെ കണ്ടു. ആ ഇപ്പോ 2 കണ്ണിനും കാഴ്ചയില്ല. 2 കണ്ണിനും കാഴ്ചയില്ല അല്ലേ? അച്ഛനും അമ്മയില്ല. അമ്മ വേറെ കല്യാണം കഴിക്കാൻ നടക്കുന്ന അച്ഛൻ മരിച്ചു. എൻ്റെ മോനാണ്. ആ ആ നിങ്ങളുടെ മകനാണ്. മകൻ്റെ മകനാണ് ഈ കുട്ടി അല്ലേ? അമ്മ വേറെ കല്യാണം കഴിച്ചു പോയി. അവള് 2-3 കെട്ടി അങ്ങനെ നടക്കുന്നു. ഓ അങ്ങനെ 2-3 കെട്ടി പോട്ടെ, സാരില്ല. മോനാണെങ്കിൽ ഇവനൊരാളെ ഉള്ളോ? ഒറ്റയ്ക്കുള്ളൂ ബാല്യക്കാരനായിട്ട്. പിന്നെ 2 പെണ്ണുണ്ട്. പെണ്ണ് ഒന്ന് പഠിക്കുന്നുണ്ട്, അതിന് അവർ തരുന്നില്ല. പിന്നെ ഒന്ന് കല്യാണം കഴിച്ചു പോയി, അതിന് അവർ തരുന്നില്ല. ഇതിനാരും വേണ്ടെന്നേ. ആ ഇവൻ പഠിക്കുന്നൊന്നുമില്ല. കാസർഗോഡ് പോയിട്ട് എന്തെങ്കിലും പുറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിച്ചൊരു ഏഴും പണം തിരിഞ്ഞില്ല. ആ ശരി. ഇപ്പം ഇവന് എത്ര വയസ്സായി? ഇവന് 19 വയസ്സായി. 19. ആ നിങ്ങൾക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 74. 74. ഇപ്പോൾ 74 വയസ്സുള്ള നിങ്ങളാണ് ഇപ്പോൾ ഇവനെ നോക്കുന്നത് അല്ലേ? അപ്പോൾ ഇവനെ കുറിച്ച് നിങ്ങൾ ബേജാറൊന്നും വേണ്ട. ഏതാ ഈ കോളനീൻ്റെ പേരേതാ? കോക്കാട് കോളനി. ഉളിക്കൽ പഞ്ചായത്തിൽ കോക്കാട് കോളനിയിലാണ്. എന്നവൻ്റെ പേര് പറഞ്ഞേ? സുജേഷ്. ആ സുജേഷ്. അങ്ങനെ സുഖമില്ലാതെ 2 കണ്ണും കാണാതെ വിദ്യാഭ്യാസം ഇല്ല, മറ്റ് പ്രയാസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. സുജേഷ് പേടിക്കൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കും കേട്ടോ. ഒരു കാരണവശാലും ഉത്കണ്ഠപ്പെടണ്ട. അപ്പോൾ ആ പോയിക്കോ. വെള്ളം എടുക്കണമെങ്കിൽ അതും പോകണം അല്ലേ? ഒരുപാട് ചുമക്കാൻ അല്ലേ? കിലോമീറ്ററുകൾ പോയി ചുമന്ന് വെള്ളം എടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നോക്കാം. ഇപ്പോൾ സുജേഷേ ധൈര്യമായിട്ടിരിക്കണം. നിന്റെ പനിയൊക്കെ മാറാൻ മരുന്ന് കുടിക്കുന്നുണ്ടോ? മരുന്ന് കുടിക്കുന്നുണ്ട്. നാളെ പോകണം. ആ ആയിക്കോട്ടെ. അപ്പോൾ നാളെ മരുന്നൊക്കെ മേടിക്കുക. ഇവൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും തീർപ്പാക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. അവനെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അവനിപ്പോൾ 2 കണ്ണും കാണുന്നില്ല, 2 കണ്ണും കാഴ്ചയില്ല, വിദ്യാഭ്യാസമില്ല. സ്കൂളിൽ പോയിട്ടുണ്ടോ അവൻ? എവിടെ കൊണ്ടാക്കി? കാസർഗോഡ് കൊണ്ടാക്കി. നടക്കാനൊക്കെ പറ്റും അല്ലേ? ആരെങ്കിലും കൈ പിടിക്കേണ്ടി വരും അല്ലേ? ആണോ? പുറത്തൊക്കെ പോയാലോ? പുറത്ത് ബാത്റൂമിലേക്കെല്ലാം കാണിച്ചു കൊടുത്താൽ അതിൽ കൂടെ ഇങ്ങനെ സൈഡിൽ വരെ പോയിട്ട് കുളിച്ച് എല്ലാം തയ്യാറാവും. അതിനൊന്നും ബുദ്ധിമുട്ടില്ല നമ്മളില്ല. നല്ല വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2-3/4 മണിക്കൂർ നേരം നല്ല ദൈവവിശ്വാസിയാ. എപ്പോഴും വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അതാണ് അവൻ്റെ ഉൾക്കാഴ്ച. അവന് കണ്ണ് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഉൾക്കാഴ്ചയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അവൻ ചിലപ്പോൾ അവന് ഈശ്വര അനുഗ്രഹം ഉണ്ടാവും, രക്ഷപ്പെട്ടോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ശരി.